പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തകർക്കുകയാണ് കർഷക സമരത്തിന്റെ ലക്ഷ്യമെന്ന് സമര നേതാക്കൾ തന്നെ തുറന്നു പറയുകയാണ്. കർഷക സമരം രാഷ്ട്രീയേതര സംഘടനകളുടെ കോർഡിനേറ്റർ ജഗജിത് സിംഗ് ഇക്കാര്യം വിശദീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായി. കാലങ്ങളായി മോദിയുടെ പ്രതിച്ഛായ ഉയരുകയാണ്. അത് തകർക്കുക തന്നെയാണ് വേണ്ടതെന്നാണ് ജഗജിത് സിംഗ് ഈ വീഡിയോയിൽ തുറന്നു പറയുന്നത്. ग्राफ बहुत मंदर दे करके ऊपर चढ़ गया, वो नुकसान वो ਇਹਦਾ ਗ੍ਰਾਫ ਡਾਊਨ ਕਿਵੇਂ ਆ ਸਕਦਾ ਹੈ। ਮੈਂ ਬਹੁਤ ਵਾਰੀ ਜਦੋਂ ਮੈਂ ਪਿੰਡਾਂ ਦੇ ਵਿੱਚ ਤਿਆਰੀਆਂ ਕਰਾਉਂਦਾ ਫਿਰਦਾ ਸੀ, ਬਹੁਤ ਵਾਰੀ ਲੋਕਾਂ ਨੂੰ ਇਹ ਕਹਿੰਦਾ ਸੀ ਕਿ ਮੌਕਾ ਬੜਾ ਥੋੜਾ ਹੈ, ਗ੍ਰਾਫ ਉਹਦਾ ਬੜਾ ਉੱਚਾ ਚੜਿਆ ਹੋਇਆ, ਦਿਨ ਸਾਡੇ ਕੋਲੇ ਥੋੜੇ ਆ, ਕੀ ਅਸੀਂ ਇਹਨੇ ਥੋੜੇ ਦਿਨਾਂ ਦੇ ਵਿੱਚ ਗ੍ਰਾਫ ਇਹਦਾ ਡਾਊਨ ਕਰ ਲਾਂਗੇ? എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കർഷക സംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന ചില സംഘടനകൾ ഡൽഹി ചലോ എന്ന പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് പുറപ്പെട്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യം തുറന്നു കാട്ടുന്നതാണ് ഈ സമരസമിതി നേതാവ് ജഗജിത് സിംഗ് ദല്ലേവാളിന്റെ സംഭാഷണങ്ങൾ. അയോധ്യ പ്രാണപ്രതിഷ്ഠയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും ജനപിന്തുണയും ഉയർന്നെന്നും അത് ഇല്ലാതാക്കുകയാണ് സമരത്തിന്റെ ലക്ഷ്യമെന്നുമാണ് ഈ ജഗജിത് സിംഗ് ദല്ലേവാൾ പറയുന്നത്. അതിനായി തങ്ങൾക്ക് മുന്നിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നതെന്നും ഈ സമരസമിതി നേതാവ് വ്യക്തമാക്കുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് BJP ഇതിനോടകം തന്നെ പല തവണ ആവർത്തിച്ചു. ആ BJPയുടെ അവരുടെ സ്റ്റേറ്റ്മെന്റ് തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ജഗത് സിംഗ് ദല്ലേവാളിന്റെ വാക്കുകൾ എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പരമാവധി അക്രമങ്ങൾ അഴിച്ചുവിടുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചാബിൽ നിന്നും അതേപോലെ തന്നെ ഹരിയാനയിൽ നിന്നും ഏതാനും കർഷക സംഘടനകളുടെ മറവിൽ ചില അക്രമികൾ ഡൽഹിയിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ ഈ വിഷയം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്നുള്ള ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനു.